കണ്ണൂർ സർവകലാശാല സാഹിത്യോത്സവത്തിൽ ആരോപണ വിധേയനായ പ്രബീർ പുരകായസ്ഥയെ ഉദ്ഘാടന ചടങ്ങിൽ അതിഥിയായി പങ്കെടുപ്പിച്ചതിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ കെ സജുവാണ് ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടത്. മുൻകൂട്ടി നിശ്ചയിക്കാതെയാണ് ആരോപണ വിധേയനായ പ്രബീർ പുരകായസ്ഥയെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത്. മിഥുൻ പിള്ള ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. മിഥുൻ, ഇത്തരത്തിൽ ആരോപണ വിധേയനായ ഒരു വ്യക്തിയെ അനുമതി കൂടാതെ ഇത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ ആർക്കാണ് അധികാരം നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെ? ദേവിക, കഴിഞ്ഞ 3 ദിവസങ്ങളായി കണ്ണൂർ സർവകലാശാല ക്യാമ്പസിൽ KULF എന്ന പേരിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടന്നു വരികയായിരുന്നു. ഇതിന്റെ ഉദ്ഘാടന പരിപാടിയിലാണ് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ള പ്രബീർ പുരകായസ്ഥയെ മുഖ്യ അതിഥിയായി പങ്കെടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇക്കാര്യം VC അറിയാതെയാണ് ഈ ഒരു അതിഥിയെ ഇവർ തീരുമാനിച്ചത്. യൂണിയനാണ് ഈ KULFന്റെ നടത്തിപ്പ് ചുമതല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അത്തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കെ ഉദ്ഘാടനം നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് കണ്ണൂർ സർവകലാശാല VCയെ തന്നെയാണ്. ഈ ചടങ്ങിലാണ് മുഖ്യ അതിഥിയായി ഇത്തരത്തിൽ ആരോപണ വിധേയനായ പ്രബീർ പുരകായസ്ഥയെ പങ്കെടുപ്പിച്ചത്. എന്നാൽ ഇയാൾ പങ്കെടുക്കുമെന്നൊരു മുൻകൂട്ടി അറിയിപ്പ് കണ്ണൂർ സർവകലാശാല VCക്ക് യൂണിയൻ ഭാരവാഹികൾ നൽകിയിരുന്നില്ല. ഉദ്ഘാടന ചടങ്ങിന് പോകാനിരിക്കെയാണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ള ആൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന വിവരം VCക്ക് കിട്ടിയത്. ഇതേ തുടർന്ന് സർവകലാശാല VC ഈ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുകയായിരുന്നു. തുടർന്ന് ഇത്തരത്തിൽ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ള ആളെ എന്തടിസ്ഥാനത്തിലാണ് പരിപാടിയിൽ മുഖ്യാതിഥിയാക്കിയെന്ന കാര്യത്തിൽ യൂണിയനോട് VC വിശദീകരണവും ചോദിച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ആഭ്യന്തര അന്വേഷണം നടത്താൻ വേണ്ടി VC ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, നിരവധി ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ പ്രബീർ പുരകായസ്ഥക്കെതിരെ ഉയർന്നിട്ടുള്ളത്. കാരണം ചൈനയുടെ ഭാഗത്ത് നിന്ന് പണം വാങ്ങിക്കൊണ്ട് പെയ്ഡ് ന്യൂസുകൾ ചമച്ചു. മാത്രമല്ല, ചൈനീസ് ടെലികോം കമ്പനികൾക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിച്ചു തുടങ്ങിയ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പ്രബീർ പുരകായസ്ഥയെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്നിപ്പോൾ ജാമ്യത്തിലാണുള്ളത്. അത്തരം ഒരാളെയാണ് ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത്. ദേവിക.